പ്രവീൺ പ്രണവ് ഈ ഒരു ഇഷ്യൂ ഇവിടെ കൊണ്ടൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു മെഗാ സീരിയൽ തന്നെ പോലെ മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു കണ്ടന്റുമായിട്ട് ബേസ്ഡ് ഇതൊരു ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ ഇടേണ്ടി വരുന്നത് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. ഇതിനെ തുടർന്ന് വേറെ സാധനങ്ങൾ പൊങ്ങി വരുമ്പം റിയാക്ഷൻ വീഡിയോ ആണല്ലോ നമ്മുടെ പണി. അപ്പം നമുക്കതും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാനൊരു വേറൊരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ നമ്മുടെ സായി ചേട്ടൻ്റെ വീഡിയോ ഉണ്ട് സീക്രട്ട് ഹാൻഡിൻ്റെ. അപ്പോൾ അതിനകത്ത് ചേട്ടൻ വെച്ചേക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. അതായത് നമ്മുടെ പ്രവീൺ പറയുന്നൊരു വോയിസ് ക്ലിപ്പാണ്. അതായത് ലാസ്റ്റ് ഈ പറയുന്ന പോലെ മഴവിൽ കേരളം എന്ന് പറയുന്ന ചാനലിലൂടെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ആളാണെന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഒരു മാഡം ഇവരെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ കോൺടാക്ട് ചെയ്തിട്ട് ഇവരുടെ രണ്ട് ഭാഗത്തും കേൾക്കാനുള്ള കാര്യങ്ങൾ ഇവർ സംസാരിച്ച കാര്യങ്ങൾ അവർ ഒരു ചാനലിലൂടെ മഴവിൽ കേരളം എന്ന് പറയുന്ന ചാനലിലൂടെ പുറത്തോട്ട് വിടുന്നുണ്ട്. നമ്മളിതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത ടൈമിൽ ഞാൻ വിചാരിച്ചിരുന്ന സാധനം എന്ന് വെച്ചാൽ ഇവരുടെ പെർമിഷനോട് കൂടി തന്നെയാണ് ഈ പറയുന്ന വോയിസ് ക്ലിപ്പ് പുറത്ത് വിട്ടത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സിൽ നിൽക്കുന്ന ഒരാൾ അവരുടെ പെർമിഷൻ വാങ്ങാതെ ഇങ്ങനെ വീഡിയോ വോയിസ് ക്ലിപ്പ് പുറത്തോട്ട് വിടാൻ മാത്രം ഇതിനൊക്കെ കൂട്ടി നിൽക്കുമെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം ഈ പറയുന്ന സായി ചേട്ടൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് വെച്ചേക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഈ മഴവിൽ കേരള എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലായിട്ട് നേരത്തെ ഉള്ളൊരു ഇഷ്യൂ ആയിരുന്നു. കാരണം എൻ്റെ കല്യാണത്തിന് അവർ പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മീഡിയ ഒന്നും അലൗഡ് ചെയ്യാത്തത് കൊണ്ടും നമ്മൾ ഫാമിലി മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടും അവർ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ അനുവദിച്ചില്ല. അപ്പം അതിൻ്റെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയുണ്ടായിട്ട് അപ്പോൾ നമ്മൾ അതിനും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് നാൾ കഴിഞ്ഞ് എൻ്റെയും വൈഫിൻ്റെയും ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു മിസ്ലീഡിങ് തംബ്ലെയിനൊക്കെ വെച്ചിട്ട് ഒരു കോണ്ടന്റ് അവർ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു കോണ്ടന്റിൽ ആ ഒരു തംബ്ലെയിനോ ഒരു തമ്മിൽ മീൻസ് ഒരു ബന്ധമില്ലായിരുന്നു. മനഃപൂർവ്വം നെഗറ്റിവിറ്റി കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമമായിരുന്നു. അതെനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ചു. അപ്പം അവർ 2-3 പേജ് മെസ്സേജ് അയച്ചിട്ട് അവർ ഇത് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഫൗണ്ടർ ആരാണെന്നോ ഇതിൻ്റെ ഒരു ഓണർ ആരാണെന്നോ ഈ ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന ആരാണെന്നോ ഒന്നും ഞാൻ കുറേ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ പിന്നെ പിറ്റേന്ന് തന്നെ ഞാനും വൈഫും കൂടി കൊട്ടാരക്കര സൈബർ സെല്ലിൽ പോയി കേസ് കൊടുക്കുമായിരുന്നു. നമ്മൾ കംപ്ലൈൻറ്റ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ഭാഗമായിട്ടും അവരിത് വിളിക്കുകയുണ്ടായി. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു വക്കീലോ ആരോ കണ്ടാണ് വന്നതെന്ന് അറിയാനായിട്ട് സാധിച്ചത്. അതും ആദ്യമൊന്നും വലിയ റെസ്പോണ്ടൊന്നും ഇല്ലായിരുന്നു. പിന്നീട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ ഒരു വീഡിയോ മാക്സിമം ഒരു റീച്ച് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ തംബ്ലെയിൻ റിമൂവ് ചെയ്ത് തംബ്ലെയിൻ മാറ്റി തന്നത് അപ്പോഴാണ്. അപ്പം ഞാനത് സൈബർ സെല്ലിൽ ചോദിച്ചു, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് പറ്റത്തില്ല, അതിന് നിങ്ങൾ കോർട്ടുമായിട്ട് തന്നെ ഡയറക്റ്റ് പോകണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം മുതലെടുത്തുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നത്. ഇത് ഈ ഒരു വീഡിയോ അവരൊരു ഇന്റർവ്യൂ ആണെന്നോ ഈ കോൾ റെക്കോർഡ് ആണെന്നോ ഇത് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുമെന്നോ ഒന്നും നമ്മുടെ അടുത്ത് പെർമിഷൻ ചോദിക്കാതെയാണ് ആ ഒരു വീഡിയോ അവർ ഇട്ടിരിക്കുന്നത്. ഇത് എന്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് ഒരു പെർമിഷനും ചോദിച്ചിട്ടില്ല. ഈ നമ്മൾ കോൾ ചെയ്യുന്നത് റെക്കോർഡ് ആണെന്ന് പോലും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെതിരെയും നമ്മൾ കഴിഞ്ഞ ദിവസം സൈബർ സെല്ലിൽ കൊട്ടാരക്കര തന്നെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരെ വിളിച്ചിട്ട് പോലും അവർ ഇതുവരെയായിട്ടും ആ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല. എന്നെ വിളിച്ച ആ ഒരു മാഡം, പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നും പറഞ്ഞൊരു മാഡം, അവരെ വിളിച്ചിട്ട് പോലും അവരിപ്പം ഞാൻ ആദ്യം സംസാരിച്ചപ്പം അവർ ആദ്യമൊന്നും റെസ്പോണ്ട് ചെയ്തില്ല. പിന്നെ അവർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുമായിരുന്നു. പിന്നെ അവരെ വിളിച്ചിട്ട് ഒരു അനക്കവും ഇല്ല. അപ്പം ഇത് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ഗ്രഡ്ജിന്റെ പേരിൽ മാക്സിമം ഇങ്ങനെയൊക്കെ രീതിയിൽ ടോർച്ചർ ചെയ്യാമോ, അതാണ് ഇപ്പം. ഓക്കെ, അപ്പം സംഭവം മനസ്സിലായതോ? അതായത് ഇവരുടെ പെർമിഷൻ പോലും വാങ്ങാതെയാണ് ഈ പറയുന്ന പോലെ ഇവരുടെ ഈ ഒരു വോയിസ് ക്ലിപ്പ് വെച്ചേക്കുന്നത്. ഇത് എന്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് പ്രവീൺ തന്നെ ചോദിക്കുന്നുണ്ട്. ഉള്ള കാര്യമല്ലോ ചോദിക്കുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും ഇവർക്ക് ഈ മാഡം തന്നെ പറയുന്നൊരു സാധനമുണ്ട് ആ വീഡിയോക്കകത്ത്, നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ ഈ പറയുന്ന പോലെ കൂടുതൽ വഷളാവാതിരിക്കാൻ നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞ് കൊച്ചുവിനോട് ഈ പറയുന്ന ഉപദേശവും കാര്യങ്ങളൊക്കെ മാഡം ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരിക്കലും മനുഷ്യരുടെ ജീവിതം ഈ പറഞ്ഞ പിന്നെയും കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഈ പറയുന്ന ആൾക്കാർ ഹ്യൂമൻ റൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഇത് പിന്നെയും ഇതാക്കി വഷളാക്കി എന്നുള്ളൊരു സാധനമാണ് ഇപ്പം ഇങ്ങനെ നിലവിൽ നിൽക്കുന്നത്. ഈ മാഡം ആ ഒരു വീഡിയോക്കകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പം ഇതിനകത്ത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ അവരുടെ വരുമാന മാർഗ്ഗമായിരിക്കാം, എന്നാൽ ഇത് വെച്ചിട്ട് മറ്റൊരു രീതിയിലോട്ട് വളച്ചൊടിക്കരുത് നിങ്ങൾ, കാര്യം ഈ പറയുന്ന പോലെ ഈ ഒരു സാഹചര്യമൊക്കെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മാഡം പറയുന്നൊരു കാര്യമുണ്ട്. അത് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഒരു കുടുംബം കരയുന്ന സീൻ എടുത്തിട്ട് കഴിഞ്ഞാൽ റീച്ച് കിട്ടും. സന്തോഷത്തോടെ ജീവിക്കുന്നത് ഇട്ട് കഴിഞ്ഞാൽ അത് റീച്ച് കിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി അവരെ ഞാൻ തെറ്റു പറയുന്നില്ല, അവരുടെ ഉപജീവനാണ്. പക്ഷെ അതെന്താണെന്ന് കൂടി ഈ പറയുന്ന മേഖലയിലുള്ളവരൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ പറയുന്ന ഇതേ മാഡം തന്നെ ഈ
ഈ ഒരു വോയിസ് ക്ലിപ്പ് ഈ ഒരു ചാനലിലൂടെ പുറത്ത് വിടാൻ ഇതിന് കൂട്ടുനിന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ മാഡത്തിൻ്റെ അറിവോട് കൂടി ആയിരിക്കാം ഇത് പുറത്ത് വിടും എന്നുള്ളത്. മാഡം എന്തായാലും അറിയാതെ എന്തായാലും ഈ ഒരു വോയിസ് ക്ലിപ്പ് ചാനലിലൂടെ വരത്തില്ല. കാര്യം മാഡം നിൽക്കുന്ന സമയത്ത് ക്യാമറ ഷൂട്ട് ചെയ്തിട്ട് തന്നെയാണല്ലോ, അല്ലെങ്കിൽ ഈ മൈക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് തന്നെയാണല്ലോ മാഡം സംസാരിക്കുന്നത്. ഒരിക്കലും ഈ പറയുന്ന അവരുടെ പെർമിഷൻ ഇല്ലാതെ വെച്ചിരിക്കുന്നത് ഭയങ്കര തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവർക്കെതിരെ ഇപ്പം കേസ് കാര്യങ്ങളൊക്കെ പ്രവീൺ എന്ന് പറയുന്ന ആൾ കൊടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ FIR-ൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ മുമ്പ് പണ്ട് നമ്മുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്ന ടൈമിൽ മറ്റേ ഒരു ലേഡിയായിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, അന്ന് പുള്ളിക്കാരുടെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ വെച്ചു എന്നും പറഞ്ഞിട്ട് അതെനിക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തു. പിന്നീട് അറിയാമല്ലോ, നമ്മളന്ന് പിന്നീട് കാസർഗോഡൊക്കെ പോകേണ്ടതായിട്ട് വന്നു സ്റ്റേഷനിൽ. അവിടുന്ന് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനം പറഞ്ഞ, എടാ നിൻ്റെ ഭാഗത്ത് വേറെ തെറ്റൊന്നും ഇല്ല, പക്ഷെ നീ ഒരു വോയിസ് ക്ലിപ്പ് അവരുടെ എന്താ പറയുക അനുവാദമില്ല വെക്കാൻ യാതൊരു റൈറ്റ്സും നിനക്കില്ല. ഇപ്പം ഞാനെന്ന് പറഞ്ഞത് സാർ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഇതിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, എടാ എന്ത് റീസണിൻ്റെ പേരിലാണെങ്കിലും ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ വോയിസ് ക്ലിപ്പ് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഈ ഒരു മാഡം ഇപ്പം ഞാൻ ലാസ്റ്റ് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇപ്പം ശനിയാഴ്ച 23 ശനിയാഴ്ച 5:45 ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന് ശേഷം വീഡിയോ റിമൂവ് ആവുമെന്ന് അറിയത്തില്ല. ഇതുവരെ എന്തായാലും അവരുടെ ചാനൽ മഴവിൽ കേരളത്തിൽ നിന്നാണെങ്കിൽ വീഡിയോ റിമൂവ് ആയിട്ടില്ല. എന്നിരുന്നാലും എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ഈ പറയുന്ന പോലെ ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഈ ഒരു മാഡത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നേക്കുന്ന ഒരു സംഭവം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇതിന് എന്തായാലും അവർ കംപ്ലയിൻറ്റ് കൊടുത്തെങ്കിൽ അങ്ങനെ തന്നെ പോകണം. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ അങ്ങനെ ഒരു മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും എനിക്കെതിരെ ഒരാൾ കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ എന്നെ നേരെ സ്റ്റേഷനിൽ വിളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ഹ്യൂമൻ റൈറ്റ്സിൽ ഇരിക്കുന്ന ഒരാൾ ഈ പറയുന്ന പോലെ ഇവരുടെ അടുത്ത് അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു വോയിസ് ക്ലിപ്പ് ലീക്കാക്കാൻ കൂട്ട് നിൽക്കുക എന്നൊക്കെ പറയുമ്പം ഇവർ തന്നെ ഈ ഒരു മാഡം തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിന് നല്ല രീതിയിൽ പോകണം, കുറേ ആൾക്കാർ അതിനെ വേറെ രീതിയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത്. ഇപ്പം വീണ്ടും അവരെ വലിച്ച് ഈ ഒരു സോഷ്യൽ മീഡിയ പബ്ലിക്കിലോട്ട് ഈ മാഡം കൊണ്ടിടുകയല്ലേ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിന് കൂട്ട് നിൽക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ഇപ്പം മഴവിൽ കേരളം എന്ന് പറയുന്ന ചാനലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ജോലി അതാണ്, അവരുടെ റെമ്യൂണറേഷൻ, അവരുടെ റവന്യൂ, മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറഞ്ഞ ചാനലിലൂടെ എക്സ്ക്ലൂസീവ് കണ്ടൻസ് പോകുക എന്നുള്ളതാണ്. അത് അവരുടെ ഡ്യൂട്ടിയാണ്, അത് അവർ ചെയ്തു. ഓക്കെ, അപ്പോഴും അവർ ചെയ്തവരുടെ കാര്യം ഇവരുടെ പെർമിഷൻ ഇല്ലാതെയാണ് വോയിസ് ക്ലിപ്പ് വെച്ചേക്കുന്നത്. അവരോടുള്ള ഒരു പേഴ്സണൽ ഗ്രഡ്ജ് ആണെന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ വിളിക്കുന്ന ഒരു മാഡം, ആ മാഡത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സിലെ ആൾക്കാരുടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഇതുപോലെ പിന്നീട് പോലീസിലോട്ട് നേരെ ഇത് കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ചെയ്തേക്കുന്ന ഒരു കാര്യം ആൾക്കാരിലോട്ട് പിന്നെയും വലിച്ചിട്ടാണ് ഇവരെ കൊടുത്തിട്ടുള്ളത്. അതൊരിക്കലും അംഗീകരിക്കാൻ എന്തായാലും പറ്റൂല. കാര്യം ഞാൻ ഇപ്പോൾ റിയാക്ട് ചെയ്ത വീഡിയോ ഇട്ട സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരിക്കാം, അവരുടെ പെർമിഷനോട് കൂടി ഇട്ടിട്ടുള്ളൊരു വോയിസ് ക്ലിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഇട്ടോ, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് അല്ലേ. അപ്പം ഹ്യൂമൻ റൈറ്റ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ പോയി ഒരു വോയിസ് ക്ലിപ്പ് എടുത്തിടാനും ഒന്നും അനുവാദം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത എന്ത് അപ്ഡേറ്റ്സ് ആണ് കാര്യങ്ങൾ വരുന്നതെന്നൊന്നും അറിയത്തില്ല. ഇത് ഇവിടം കൊണ്ട് തീരുന്നു അതോ ഇത് ഇനി കണ്ടിന്യൂ ആയിട്ട് പോകുന്നൊന്നും നമുക്കറിഞ്ഞുകൂടേ.